ആര്യമാവിനെ സ്നേഹിക്കുന്ന ധിക്കാരത്തിന് സൂര്യകാന്തി എന്നെ പൂജിച്ചതാണീ ലോകം. സ്നേഹമേ പരം സൗഖ്യം, സ്നേഹഭംഗമേ ദുഃഖം, സ്നേഹമേ ദിക്കാലതീവർത്തിയായി ജ്വലിച്ചാവൂ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ജി ശങ്കരക്കുറുപ്പ് എഴുതിയ സൂര്യകാന്തി എന്ന കവിത നമ്മൾ മലയാളികൾക്കൊക്കെ പരിചിതമാണ് അല്ലെ. അതായത് ഉയരത്തിൽ നിൽക്കുന്ന സൂര്യനെ മൗനമായി പ്രണയിക്കുന്ന സൂര്യകാന്തി. ഈ സൂര്യകാന്തി പാടത്തിനിടയിൽ വന്ന് നിൽക്കുമ്പോൾ അറിയാതെ ഒന്ന് ഓർത്തുപോയി, പാടാനൊന്നും അറിഞ്ഞൂടാ, എങ്കിൽ പോലും ആഗ്രഹം കൊണ്ട് പാടിയതേ ഉള്ളൂ. ഈ ഒരു കവിത നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു മൗന പ്രണയമാണ്. ഉയരത്തിൽ എല്ലാവരും കാണുന്ന പ്രശസ്തനായ സൂര്യൻ എന്ന മഹാനെ താഴെ ഒരു ഗന്ധവുമില്ലാത്ത ഞാൻ ഒരു നിർഗുണയായ ഒരു പെണ്ണെന്ന രീതിയിൽ, ഒരു സൂര്യകാന്തി എന്ന പൂവ് എന്ന ഞാൻ പ്രണയിക്കുകയാണ്. എന്റെ സ്നേഹം അദ്ദേഹം അറിഞ്ഞാൽ എന്ത് സംഭവിക്കും? അദ്ദേഹം അത് തിരസ്കരിക്കുമോ, അംഗീകരിക്കുമോ? അതൊന്നും അറിയാതെ സൂര്യനെ മാത്രം നോക്കി, സൂര്യൻ നൽകുന്ന, അതായത് വെട്ടത്തിൽ ജീവൻ നിലനിർത്തുന്ന, അല്ലെങ്കിൽ സൂര്യൻ നൽകുന്ന ഊർജത്തിൽ നിൽക്കുന്ന പെൺകുട്ടി. പക്ഷെ സൂര്യൻ പോകുമ്പോൾ വാടി ആ ഭൂമിയിൽ മരിച്ചു വീഴുന്ന ഒരു പെൺകുട്ടി. ആ സൂര്യകാന്തി കവിത നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പൊ എന്തായാലും നമ്മളിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം കഴക്കൂട്ടത്തുള്ള മരിയൻ കോളേജിന്റെ പിന്നിൽ ഒരുക്കിയിരിക്കുന്ന സൂര്യകാന്തി തോട്ടത്തിലാണ്. ഈ ഒരു സൂര്യകാന്തിയുടെ നടുങ്ങിന് വിടർന്നു നിൽക്കുന്ന, സൂര്യനെ നോക്കി നിൽക്കുന്ന ഈ സൂര്യകാന്തിയെ കാണുമ്പോൾ പെട്ടെന്ന് ഓർമ്മയിൽ വന്നത് ആ ഒരു കവിതയായിരുന്നു. അപ്പൊ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് ഈ ചിങ്ങമാസത്തിലെ ഈ ഒരു സൂര്യകാന്തി പടം. നമ്മൾ നേരത്തെ കണ്ടതുപോലെ അപ്പുറത്ത് ആ ഒരു വശത്ത് ജണ്ടുമല്ലി പാടം ഒരുക്കിയിരുന്നു. അതിന്റെ ഓപ്പോസിറ്റ് സൂര്യകാന്തി പാടവും കൂടി ഉണ്ട്. ഒരുപാട് സൂര്യകാന്തി ഇങ്ങനെ വിടർന്ന് നിൽക്കുകയാണ്, സൂര്യനെ നോക്കി നിൽക്കുകയാണ്. അപ്പൊ നമുക്ക് ഇവിടുത്തെ കാഴ്ചകൾ കൂടി കാണാം. ഇവിടെ ഒരുപാട് പേര് സെൽഫി എടുക്കാനും അതുപോലെ തന്നെ റീൽസ് എടുക്കാനും ഫോട്ടോ എടുക്കാനും ഒക്കെ എത്തുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ വിശേഷവും കൂടി ഒന്നറിയാം. മന്ദമന്ദമൻ താഴും മുക്തമാമുഖം പൊക്കി സുന്ദര ദിവാകരൻ ചോദിച്ചു മധുരമായി. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ജി ശങ്കരക്കുറുപ്പ് എഴുതിയ സൂര്യകാന്തി എന്ന കവിത മലയാളികൾക്ക് എല്ലാവർക്കും പരിചിതമായിരിക്കും അല്ലെ. അതായത് സൂര്യനെ മൗനമായിട്ട് പ്രണയിച്ച സൂര്യകാന്തി. ആ കവിത നമുക്ക് എല്ലാവർക്കും നൽകുന്ന ഒരു നവ്യ അനുഭവം ഉണ്ട്. അതായത് പ്രണയം പറയാൻ മടിച്ച ഒരു പെൺകുട്ടി, അതായത് സൂര്യനെ പ്രണയിച്ച സൂര്യകാന്തി. സൂര്യൻ എത്രയോ മുകളിലാണ്, അവൻ എത്ര പേര് കാണുന്ന ഒരു വ്യക്തിയാണ്. അത്തരത്തിലുള്ള ഒരു സൂര്യനെ ഈ ഭൂമിയിൽ നിന്ന് വെറും പൂവ്
യുവാവായ ഞാൻ പ്രണയിക്കുന്നുണ്ട്, പക്ഷെ എന്റെ പ്രണയം അദ്ദേഹം അറിയുന്നില്ല, എന്റെ പ്രണയം ഇനി ഞാൻ പറഞ്ഞാൽ തന്നെ അദ്ദേഹം അത് എങ്ങനെ സ്വീകരിക്കും എന്നൊക്കെ പേടിച്ച് ഒരു പ്രണയം ഉള്ളിൽ ഒതുക്കി നിൽക്കുന്ന സൂര്യകാന്തിയുടെ കവിതയാണ് ജി ശങ്കരക്കുറുപ്പ് നമ്മുടെ മുന്നിലേക്ക് വരച്ചിട്ടത്. അപ്പോൾ ഈ സൂര്യകാന്തി കണ്ടപ്പോൾ പെട്ടെന്ന് ആ കവിത ഓർമ്മയിൽ വന്നു എന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ നിൽക്കുന്നത് തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരം മരിയൻ കോളേജിന് പിന്നിലുള്ള സൂര്യകാന്തി പാടത്താണ്. ഒരുപാട് സൂര്യകാന്തികൾ ഇവിടെ വിടർന്ന് നിൽക്കുന്നുണ്ട്. സൂര്യനെ മൗനമായി പ്രണയിച്ച സൂര്യകാന്തി, അത് പെട്ടെന്ന് ഓർമ്മ വന്നോണ്ട് പറഞ്ഞതാണ്. അപ്പോൾ ഇവിടെ ഈ ഒരു ഓണക്കാലത്ത് നമ്മൾ നേരത്തെ ജെണ്ടുമല്ലിപ്പാടമൊക്കെ ആവശ്യത്ത് ജെണ്ടുമല്ലിപ്പാടം കണ്ടു കഴിഞ്ഞു. ഇപ്പുറം വരുമ്പോൾ അതിന്റെ ഓപ്പോസിറ്റ് വരുമ്പോൾ മനോഹരമായൊരു സൂര്യകാന്തി പാടവും കൂടി ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ സൂര്യകാന്തിയൊക്കെ നമുക്ക് കണ്ടിട്ട് വരാം. സൂര്യകാന്തി പാടം എങ്ങനെയുണ്ട്? അടിപൊളിയാണോ? അടിപൊളിയാണ്. ഈ ഓണത്തിന് ഒരു അടിപൊളി കാഴ്ച തന്നെയാണ് അല്ലേ? അതെ അതെ അതെ. എങ്ങനെയാണ് അറിഞ്ഞത് ഈ ഒരു സ്ഥലം? ഈ ഒരു സ്ഥലം വീട് അടുത്ത് തന്നെയാണ്. മോന് ഷൂട്ടുണ്ട്, അതിന് വേണ്ടിട്ട് വന്നതാണ്. ഫോട്ടോ ഷൂട്ടുണ്ട്. ഓണാഘോഷമൊക്കെ ഏതുവരെ എത്തി? പഠിക്കലെത്തിയിട്ടുണ്ട്. വളരെ മനോഹരമാക്കാനാണ് ആഗ്രഹം. സദ്യയൊക്കെ ഒരുക്കോ? വീട്ടിലൊരുക്കും. ഒരുക്കാറുണ്ട്, നല്ലപോലെ ആഘോഷിക്കാറുണ്ട്. ഒരു നൊസ്റ്റാൾജി തന്നെയാണല്ലേ എല്ലാ ഓണവും? അതെ അതെ. ഇത്തവണ എന്തൊക്കെ പുതിയ പരിഷ്കാരങ്ങളൊക്കെ ഉണ്ടോ ഓണാഘോഷത്തിന്? അതോ പഴയതുപോലെ തന്നെ? അതേപോലെ തന്നെയാണ്, സദ്യയും അങ്ങനെയൊക്കെയുള്ള വീട്ടിൽ തന്നെയാണ്. ഇവിടെ റീൽസ് എടുക്കുന്ന തിരക്കുണ്ട്, അതുപോലെ തന്നെ ഫോട്ടോ എടുക്കുന്ന തിരക്കുണ്ട്. ഞാനൊന്ന് ശല്യം ചെയ്തോട്ടെ. എങ്ങനെയുണ്ട് ഈ പാടമൊക്കെ? എങ്ങനെയുണ്ട്? ഫ്ലവേഴ്സ് അല്ലേ? അടിപൊളിയല്ലേ? ഫോട്ടോ എടുക്കും. ഫോട്ടോഗ്രാഫറാണ്. അപ്പൊ ഒരു ഫോട്ടോഗ്രാഫർ എന്ന കണ്ണിലൂടെ എങ്ങനെയൊക്കെ നോക്കി കാണുന്നു? ഇതൊരു ചാൻസ് അല്ലേ? അടിപൊളിയല്ലേ? എടുത്തോ? ഒരുപാട് കുറച്ച് കഴിഞ്ഞിരുന്നു. ഇപ്പൊ ഇത് അടുത്ത സെറ്റ്. ഈ ചിങ്ങമാസത്തിലെ ഓണമാസത്തിൽ അടിപൊളി വ്യൂ തന്നെയാണ് എല്ലാവരും ഫോട്ടോ. സൂപ്പർ ആയിട്ട്. ഇവിടെ നല്ല ചാൻസ് ആണ്. മീൻസ് നമുക്ക് കുറച്ച് ചാകര പോലെ ഫ്ലവേഴ്സ് പലതരത്തിലുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് എങ്ങനെ അറിഞ്ഞു? എന്റെ വീട് അതാ, അടുത്താണല്ലേ? അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ നിറയെ ഉണ്ടല്ലോ ഇത്. അതെ. അപ്പൊ കണ്ടായിരുന്നോ ഈ വിത്തിടലും? എല്ലാം കണ്ടായിരുന്നു ലൈവായിട്ട്. സ്റ്റാർട്ടിങ് മുതൽ ഇവിടെ കാട് പോലെ കിടന്നത് അവരെല്ലാം ക്ലീൻ ചെയ്തിട്ടൊക്കെ തുടങ്ങുമ്പോഴേ ഞാൻ അവിടെ കാണുന്നുണ്ടായിരുന്നു. അതെ അതെ, ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കാണാൻ വേണ്ടി. കൊള്ളാമോ? എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, കൊള്ളാം. അടിപൊളി സ്ഥലം തന്നെ. ഫോട്ടോസ് ഒക്കെ നല്ല കിട്ടിയോ? കിട്ടി. ഓണം ഏതുവരെ എത്തി? ഓണം കുഴപ്പമില്ല. എങ്ങനെ ഇവിടെ തന്നെ ആഘോഷിക്കാനാണ് തീരുമാനം? നല്ല ഫോട്ടോസ് ഒക്കെ എടുത്തോ? തുടർന്നു. കണ്ടില്ലേ, ഇതുപോലെ റീൽസ് എടുക്കുന്നു, ഫോട്ടോ എടുക്കുന്നു. അങ്ങനെ അടിപൊളി ഒരു സ്പോട്ട് കൂടിയാണ്. നൈസാണ്, കുഴപ്പമില്ല. സ്ത്രീകളെ സംബന്ധിച്ച് അവർക്ക് റീൽസ് എടുക്കാം, അതുപോലെ ഫോട്ടോസ് ഒക്കെ എടുക്കാം. നമ്മള് പുരുഷന്മാരെ സംബന്ധിച്ച് എങ്ങനെയാണ്? ഞാന് അങ്ങനെ ഫോട്ടോ എടുക്കാൻ, എന്റെ വൈഫ് ഫോട്ടോഗ്രാഫർ, അപ്പൊ അവള് കൂടെ വന്നതാണ്. നമുക്ക് എന്റെ വീട് തൊട്ടപ്പുറത്ത്, എനിക്ക് അതിനകത്ത് നിന്നാലും കാണാം. പക്ഷെ നൈസാണ്, കൊള്ളാം, രസമുണ്ട്. ആദ്യമൊക്കെ ഇതിനേക്കാൾ രസമുണ്ടായിരുന്നു. ഇപ്പൊ കുറച്ച് വെയിലില്ലാത്തതുകൊണ്ട് അതിന്റേതായ ഒരു ബുദ്ധിമുട്ടുണ്ട്, മഴയും കുഴപ്പമില്ല, കൊള്ളാം. വീട്ടിൽ നിന്ന് നല്ല വ്യൂ ആയിരിക്കും. വീട്ടിൽ നിന്ന് കുഴപ്പമില്ല. വീട്ടിൽ നിന്ന് അങ്ങനെ കാണാറില്ല. പക്ഷെ ഇത് കാണാൻ വേണ്ടി നമ്മൾ ആദ്യം ഒരു ദിവസം വന്നിരുന്നു ഓപ്പണിങ്ങിൽ, ഇപ്പോഴും ഉണ്ടാകുന്നു. അപ്പൊ ഓണാഘോഷമൊക്കെ ഏതുവരെ എത്തി? ഓണാഘോഷം അടിപൊളി 2 ദിവസം കൂടെ ഉള്ളൂ, നാളെ മറ്റന്നാൾ. കുഴപ്പമില്ല, ഓണമുണ്ട്. 1-2 സ്ഥലങ്ങളിൽ പോകാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. മഴ ഓണത്തിന് മുങ്ങുന്ന പേടിയുണ്ടോ? അങ്ങനെയൊന്നുമില്ല, അതൊന്നുമില്ല. മഴയത്ത് നമ്മൾ ഓണം ആഘോഷിച്ചിട്ടുണ്ടല്ലോ, വെള്ളത്തിൽ നമ്മൾ ആഘോഷിച്ചിട്ടുണ്ട് ഓണം, വെള്ളം കയറിയ സമയത്ത്.
സൂര്യകാന്തി പാടവും ചെണ്ടുമല്ലി പാടവും ഒക്കെ കണ്ട് നടന്ന് കണ്ട് ക്ഷീണിച്ചു വരുന്നവർക്ക് ദേ ഇവിടത്തെ ഒരു പാടമൊക്കെ ഒരുക്കിയിട്ടുണ്ട്. പണ്ടത്തെ നമ്മുടെ കേരളത്തിന്റെ ഹരിതാപം ഒക്കെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലൊരു പച്ചപ്പാടമൊക്കെ ഒരുക്കിയിട്ടുണ്ട്, നെൽപ്പാടം. അതുപോലെ തന്നെ ഈ ജലചക്രമൊക്കെ ഇവിടെ സജ്ജമാണ്. അപ്പോ നല്ല മനോഹരമായ കാഴ്ചയാണ് ഇവിടെ. അപ്പോൾ ഒരിക്കലെങ്കിലും വന്ന് ആസ്വദിക്കുക. ഈ ഓണം നമുക്ക് ഇവിടെ ഒന്ന് കൂടിയാലോ. എല്ലാ മലയാളി വാർത്തയുടെ പ്രേക്ഷകർക്ക് ഈ ഓണനാളുകൾ സന്തോഷകരമായിരിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്.